സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഈ യോഗത്തിന്റെ അധ്യക്ഷനും ജില്ലാ പ്രസിഡന്റുമായ സിബു പാലക്കുടി അവർക്ക് ഈ യോഗത്തിന്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. ആമുഖ പ്രഭാഷണം നടത്താം എന്ന് ഏറ്റിരുന്ന PK ശാന്തകുമാർ സാറ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് വരാൻ സാധിച്ചില്ല. എങ്കിൽ പോലും ഈ യോഗത്തിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്ന വി രാജേന്ദ്രൻ സാറ്, സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സാറിനും ഈ യോഗത്തിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി എത്തിയിരിക്കുന്ന സോഷ്യലിസ്റ്റ് OBC സംസ്ഥാന പ്രസിഡന്റ് സതീശൻ മാമ്പള്ളി സാറിനും യോഗത്തിന്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്ന വിവിധ മേഖലയിൽ നിന്നെത്തിയിരിക്കുന്ന എല്ലാവർക്കും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നന്ദി നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെന്ററിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഹാജരായിരിക്കുന്ന ശ്രീ VV രാജേന്ദ്രൻ സാർ, സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന പ്രസിഡന്റ്, മുഖ്യ പ്രഭാഷണം നടത്താനായിട്ട് നമ്മളോടൊപ്പം സഹകരിക്കുന്ന നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സോഷ്യലിസ്റ്റ് OBC സെന്ററിന്റെ ശ്രീ സതീശൻ മാമ്പള്ളി സാർ, സ്വാഗതം ആശംസിച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് പുതുശ്ശേരി, അതുപോലെ തന്നെ ആമുഖ പ്രഭാഷണം നടത്തുന്നതിലേക്കായി നമ്മളോടൊപ്പം വ്യക്തി ഇന്നിവിടെയില്ല. ശ്രീ PK ശാന്തകുമാർ സാറായിരുന്നു, സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ അമ്മയുടെ അസുഖപരമായ ചില കാരണങ്ങളാൽ ഇവിടെ എത്താൻ സാധിച്ചില്ല. അദ്ദേഹം അത് പറഞ്ഞിരുന്നു. അതിനാൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എല്ലാവിധ കാഴ്ചപ്പാടുകളും നമുക്ക് ഇതിനു മുമ്പ് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചിന്തയും മനസ്സും ഒക്കെ ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പ്രത്യേകമായി തന്നെ വേദിയിലേക്ക് അദ്ദേഹത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. അതേപോലെ തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഡോക്ടർ പൊന്നമ്മ സുഗുണാനന്ദൻ മാഡത്തിനെ വന്നിട്ടില്ല, മാഡം എത്തിയിട്ടില്ല. എങ്കിൽ പോലും നമ്മളോട് സഹകരിക്കാമെന്ന് പറഞ്ഞ് നമ്മളോട് നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ശ്രീമതി TD ഇന്ദിര ടീച്ചറിനെ ആർദ്രമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതേപോലെ തന്നെ ശ്രീമതി ശ്രീലേഖ ജയകുമാർ, ഇടുക്കി ജില്ലാ സോഷ്യലിസ്റ്റ് OBC സെന്ററിന്റെ വൈസ് പ്രസിഡന്റായ ശ്രീമതി വനജ മോഹൻ, അതേപോലെ തന്നെ ശ്രീമതി ശാന്തമ്മ ശശി, നമുക്ക് കൃതജ്ഞത അർപ്പിക്കേണ്ട ഉത്തരവാദിത്തമുള്ള നമ്മുടെ ജില്ലാ ട്രഷറർ സാബു പോത്തിങ്കൽ. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതേപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഈ OBC സെന്ററുമായി സഹകരണം നടത്തുന്നതിനേക്കായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മറ്റ് മഹത് വ്യക്തികളെ പുറ്റടിയിൽ നിന്നൊക്കെ നമ്മളൊരു ഫോൺ കോൾ കൊണ്ട് മാത്രം അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യുകയും അവരൊക്കെ വളരെ താല്പര്യത്തോടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ OBC സെന്റർ വളരെ കാലം മുമ്പ് തന്നെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നതാണ്. എന്താണ് ഈ സോഷ്യലിസ്റ്റ് OBC സെന്റർ എന്ന് വിശദമായി പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ സംസ്ഥാന നേതാക്കൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. നിങ്ങളുടെ ഏത് വിധത്തിലുള്ള ആശങ്കകൾ ഉണ്ടെങ്കിൽ ആ ആശങ്കകള്, സംശയങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു നിവൃത്തി വരുത്തുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു യോഗത്തിൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ വ്യക്തമായ മറുപടി നൽകുന്നതായിരിക്കും. കാരണം ഞാനിത് പറയാൻ കാരണം, ഇങ്ങനെയുള്ള ഒരു സംശയങ്ങൾ കഴിഞ്ഞ ഒരു കോട്ടയത്ത് വെച്ച് നടന്ന യോഗത്തിൽ പലരും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം സംശയ ദൂരീകരണം നടത്താൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്, വ്യക്തമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഉറപ്പിന്റെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയുന്നത്. നമ്മുടെ സമുദായ സംഘടനകളും ആയിട്ട് ബന്ധപ്പെട്ട് OBC വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രമല്ല, വിശ്വകർമ്മ സംഘടന മാത്രമല്ല OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്.
മറ്റ് പല സംഘടനകളും OBC വിഭാഗത്തിൽ ഉൾപ്പെടുന്നുണ്ട്. വിശ്വകർമ്മ സമുദായങ്ങളാണ് ഇന്ന് ഒരു ഏകീകൃത മനസ്സില്ലാതെ നിലകൊള്ളുന്ന ഒരു സമൂഹം. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ ഇന്ന് എത്തിപ്പെടേണ്ട ഒരു അവകാശമുണ്ടായത്. മറ്റ് സംഘടനകൾക്കെല്ലാം മറ്റ് സമുദായങ്ങൾക്കെല്ലാം തന്നെ അവരുടേതായ ഒരു കെട്ടുറപ്പ് ഉണ്ട്, ഒരു പരിധിവരെ ഉണ്ട്. അതുകൊണ്ട് അവർ ഒരു പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ മുതിർന്നിട്ടില്ല. പക്ഷെ ഈ ഒരു OBC വിഭാഗങ്ങൾക്ക് മാത്രമായി ഒരു സംഘടന എന്റെ അറിവിൽ ഈ ഒരു സോഷ്യലിസ്റ്റ് OBC സെന്റർ എന്ന ഈ സംഘടന മാത്രമായി നിലകൊള്ളുന്നു എന്നത് തന്നെ ഈ ഒരു സംഘടനയുടെ പ്രാധാന്യം എടുത്തു കാണിക്കേണ്ടതാണ്. എവിടെ നിന്ന് നോക്കിയാൽ പോലും ഒരു സംഘടനയ്ക്ക് ഒരു കൂട്ടായ്മ ഇല്ലെങ്കിൽ ഒരു ഏതൊരു തലത്തിലാണെങ്കിൽ പോലും കേന്ദ്ര തലത്തിലോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലോ നമ്മൾ ആവശ്യപ്പെടുന്ന നമുക്ക് അർഹതപ്പെട്ട യാതൊരുവിധ കാര്യങ്ങളും ഒറ്റയാൾ പട്ടാളം എന്ന നിലയിൽ നമ്മൾ നിന്നിട്ട് യാതൊരു കാര്യമില്ല. ചിന്നിച്ചിതറി നിൽക്കുന്ന ഒരുപാട് ഉള്ള ഒരു സമൂഹമാണ്. വ്യക്തികൾ ഒരുപാടുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ. പക്ഷെ നമ്മൾ ചിന്നിച്ചിതറി നിൽക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഒരു ശക്തമായ ഒരു ആവശ്യം ഉന്നയിക്കാനോ അത് നേടിയെടുക്കാനോ നമ്മൾക്ക് സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നിലവിലുള്ളത്. ഈ സ്ഥിതിവിശേഷം നമുക്ക് ഇനി വരും കാലത്തേക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടേയിരിക്കും. ഓരോരുത്തരും വളരെയധികം കഴിവുള്ള ഒരു വ്യക്തികൾ തന്നെയാണ് ഒരു വിശ്വകർമ്മ സമുദായാംഗങ്ങൾ എല്ലാവരും തന്നെ. ആദ്യ കാലങ്ങൾ മുതൽ ഈ ഒരു വിശ്വകർമ്മ സമുദായത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. പ്രവൃത്തിപരമായിട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ്. ആരും പഠിപ്പിച്ചതല്ല. മറ്റൊരു സമൂഹത്തിലും ഇന്ന് അവരുടെ ഒരു ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് അവരത് നേടിയെടുത്തതെങ്കിൽ ഇന്ന് വിശ്വകർമ്മ സമൂഹത്തിലെ പല ആളുകളും ഒരു കെട്ടിടങ്ങൾ പണിയുന്നതിനും മറ്റും ഒക്കെ ആയിട്ട് അവർ സ്വമേധയാ നേടിയെടുത്ത ആർജിച്ച ഒരു കഴിവാണ് തലമുറകളായിട്ട് അവർ കൈമുതലായിട്ട് കൈമറിഞ്ഞു വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് കലകളും സംസ്കാരവും എല്ലാം ഉൾക്കൊണ്ടുന്ന ഒരു ജനസമൂഹമാണ് നമ്മൾ. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിലും ഇത് എടുത്തു പറയത്തക്ക ഒരു മെറിറ്റൊക്കെ തന്നെയാണ്. എന്നാലും ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ഏക ഡീമെറിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഒത്തൊരുമയില്ലായ്മ തന്നെയാണ്. ഈ ഒരു ഒത്തൊരുമയില്ലായ്മയാണ് നമ്മൾ അങ്ങോളം ഇങ്ങോളമുള്ള കേരളത്തിലെ എല്ലാ വിശ്വകർമ്മ ശാഖകളിലും നമ്മൾ കണ്ടുവരുന്നത്. ഒരേ രജിസ്ട്രേഷനിൽ തന്നെ പല നേതൃത്വത്തിലുള്ള ശാഖകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഒരു വിരോധാഭാസമായിട്ട് തന്നെ ഇന്ന് നിലകൊള്ളുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഇന്നും ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും കേസിലുമൊക്കെയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒരു ഏകീകൃത രൂപം കൈവരിക്കാനുള്ള ഒരു തുടക്കമാണ് ഇന്ന് ഈ ഒരു സോഷ്യലിസ്റ്റ് ഇന്നല്ല ഈ OBC സെന്റർ എന്നുള്ള ഒരു സംഘടനയുടെ പ്രാധാന്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളോട് പകർന്നു തരികയാണ്. അതുപോലെ തന്നെ നമ്മുടെ സമ്പന്നരായ സംസ്ഥാന നേതാക്കൾ എത്തിയിട്ടുണ്ട്. അവരൊക്കെ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ നിങ്ങളുടെ സംശയ ദൂരീകരണം വരുന്നതായിരിക്കും. ഏതൊരു രീതിക്കും നിങ്ങൾ ഒരു കാര്യവും ചോദിക്കാനോ പറയാനോ ഒന്നും മടിക്കണ്ട. ഇത് നമ്മൾ ഇന്ന് നോട്ടീസ് അടിച്ചോ വലിയ പ്രചാരണം നടത്തിയോ ഒന്നുമല്ല ആളുകളിൽ എത്തിയത്. വളരെ ചെറിയ തോതിൽ നമ്മൾ പ്രവർത്തിച്ച് വാട്സാപ്പ് ഗ്രൂപ്പുകൾ വഴി മാത്രം നമ്മൾ നോട്ടീസുകൾ അയച്ചു കൊടുത്ത് അങ്ങനെ എത്തിയിരിക്കുന്ന കുറച്ച് ആളുകളാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇന്നത്തെ ഒരു പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജണ്ട എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായ അജണ്ടയൊന്നുമില്ല. നിലവിലുണ്ടായിരുന്ന ഒരു ജില്ലാ കമ്മിറ്റി ഒരു വിപുലീകരണം, അതല്ലെങ്കിൽ ഒരു പൊളിച്ചെടുത്ത്, അത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഒരു വിപുലീകരണത്തോട് ആണ് മുഖ്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കമ്മിറ്റി ഒരു നേതൃത്വ യോഗം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊരു 11 അംഗ കമ്മിറ്റി അല്ലെങ്കിൽ 14 അംഗ കമ്മിറ്റി എത്രയാണോ താല്പര്യമുള്ള ഇന്നിവിടെ വന്നിരിക്കുന്ന ആളുകൾ പൂർണ്ണമായ താല്പര്യമുള്ളവരാണ് എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ആരെയും വളരെ കാര്യമായിട്ട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമൊന്നും വന്നല്ല. സമുദായ സ്നേഹം അവരുടെ ഉള്ളിൽ മുളപൊട്ടി അത് വളർന്ന് അവർക്കൊന്നും ചെയ്യാൻ പറ്റാതെ നിസ്സഹായരായി നിൽക്കുന്ന ഒരു ജനസമൂഹമാണ്. അതിലെ ഓരോ കണ്ണികളുമാണ് നമ്മൾ. അപ്പോൾ എവിടെയാണ് നമുക്കൊരു കൈത്താങ്ങ്,
നമ്മൾക്ക് ഒത്തുചേരല്, അങ്ങനെ ഒരു ഗ്രൂപ്പ്, നമുക്ക് മാത്രമായിട്ട് ഒരു ഗ്രൂപ്പ്, ആ ഒരു കൺസെപ്റ്റ് മുന്നിൽ കണ്ടുകൊണ്ട് ആണ് വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നല്ല രീതിയിൽ ഈ ഒരു OBC സെന്ററുമായിട്ട് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ബഹുമാനപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷത നമ്മുടെ സോഷ്യലിസ്റ്റ് OBC സെന്ററിന്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ CB പാലക്കുഴി, സോഷ്യലിസ്റ്റ് OBC സെന്ററിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സതീശൻ മമ്പള്ളി, അതോടൊപ്പം തന്നെ ഇതിന്റെ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജില്ലാ സെക്രട്ടറി സുരേഷ് പുതുശ്ശേരി, ഖജാൻജി നമ്മുടെ സാബു ബൂത്തിങ്കിൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള വരജാമോഹൻ, അതുപോലെ ജോയിന്റ് സെക്രട്ടറിയുള്ള ശാന്തമ്മ ശശി, അതുപോലെ ഈ യോഗത്തിലൂടെ എത്തി നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള ഇന്ദിര ടീച്ചർ, അതോടൊപ്പം തന്നെ നമ്മുടെ വനജ ജയകുമാർ, പിന്നെ നമ്മുടെ EN ബാലചന്ദ്രൻ ലോകര്, KV ശശീന്ദ്രൻ, PS വിശ്വനാഥൻ, K ശൈലേന്ദ്രൻ, EN ഫിനീഷ്, മഹേഷ് P മേവൻ, രാജേഷ് ഗോപിനാഥൻ, TN ബിജു, വിഷ്ണു വിരാജ്, പ്രിയമുള്ളവർ. നമ്മളിങ്ങനെ സോഷ്യലിസ്റ്റ് OBC സെന്ററിൽ നിന്നുള്ള വിഭാഗം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ ഈഴവരാതി പിന്നോക്ക സമുദായങ്ങളെയാണ് നമ്മൾ ഈഴവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവർ സംഘടിതരാണ്. അവർ വളരെയധികം സംഘടനാ ശക്തി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഇടുക്കി നിയോജകമണ്ഡലത്തിൽ ഇടുക്കി ജില്ലയിൽ ഏറ്റവും വലിയ സമുദായം എന്ന് പറയുന്നത് ഈഴവരാണ്. ഈഴവരായിരുന്നു ഏറ്റവും ശക്തരായി. ഇന്ന് മതമാറ്റവും മറ്റേണ്ടിലെ ക്രൈസ്തവ സമുദായത്തിലേക്ക് അനവധി പേര് നമ്മുടെ പൂർവികരായിട്ടുള്ളവർ മാറിയുടെ അടിസ്ഥാനത്തിൽ ഇന്ന് ഈഴവ സമുദായം വളരെയധികം ഈ ഇടുക്കി ജില്ലയിൽ പോലും സൃഷ്ടിച്ചു. മറ്റ് ജില്ലകളിലൊന്നും പോയിട്ടില്ല, അവിടെയൊക്കെ ശക്തരുമാണ്. അവര് സംഘടനാ ശക്തി കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ നേടിയപ്പെടുന്നത്. ഇവിടെ വിശ്വകർമ്മ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വകർമ്മ സമുദായത്തിന് സംഘടിച്ച് ഇല്ലാഞ്ഞിട്ടല്ല, സംഘടനയുണ്ട്. അത് പല പല സംഘടനകളുണ്ട്. അതിനേക്കാൾ ഉപരിയായിട്ട് നാട്ടിൻപുറത്ത് ഓരോ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ട് ഓരോരുത്തരും അതിന്റെ സന്നദ്ധ സംഘടനയുടെ പേര് പറഞ്ഞുകൊണ്ട് വിശ്വകർമ്മയുടെ പേര് പറഞ്ഞുകൊണ്ട് സംഘടന രൂപീകരിച്ചുകൊണ്ട് അതിന്റെ പേര് നിൽക്കുന്നത് കൊണ്ടുള്ള കുഴപ്പങ്ങളൊക്കെയുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സോഷ്യലിസ്റ്റ് ജനതാദൾ പ്രസ്ഥാനത്തിന്റെ ആശയമായിട്ടുള്ള സോഷ്യലിസ്റ്റ് ആശയത്തിൽ എഴുതിയിട്ടുള്ള ഡോക്ടർ രാമനോഹൻ ലോഹ്യ പറഞ്ഞത് ഇന്ത്യയിൽ ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം, അത് ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് നിലനിൽക്കുന്നിടത്തോളം കാലം ഇന്ത്യയില് എല്ലാ സമുദായങ്ങളും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത് നേടേണ്ടതാണ്. നിർവാഹകമെന്ന് പറയട്ടെ, OBCയിൽപ്പെട്ട മറ്റു സമുദായങ്ങളൊക്കെ തന്നെ വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും തൊഴിൽപരമായും എല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വകർമ്മ സമുദായത്തിന്റെ ജനസംഖ്യാതീതമായ വർധനമനുസരിച്ചുള്ള അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വിശ്വകർമ്മയുടെ സംഘടനകളൊക്കെ തന്നെ പാടെ മറന്നുകൊണ്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, ഒരു ചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിങ്ങൾ കേട്ടു. വിശ്വകർമ്മ സമുദായത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രതീക്ഷയായിരുന്നു ശങ്കര കമ്മീഷൻ. ആ ശങ്കര കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെളിച്ചത്ത് കൊണ്ടുവരാൻ പോലും ഇവിടെ ഭരണകർത്താക്കൾ തയ്യാറായിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പ് വന്നതാണ് കേരളത്തിൽ. എന്നാൽ നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഡോക്ടർ മൻമോഹൻ സിംഗ്, ഇന്ത്യ പ്രധാനമന്ത്രിയായ കോൺഗ്രസിലെ പ്രധാനമന്ത്രിയായിട്ടുള്ള മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വെച്ചു. ഇന്ത്യ മൊത്തത്തിൽ മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹികപരമായിട്ടും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാത്തതിന്റെ പേരിലാണ് അന്ന് അത് സംഘടിപ്പിച്ചത്. ആ സംഘടിപ്പിച്ചത് യഥാർത്ഥത്തിൽ ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ എത്രയും വേഗം കൊടുക്കണമെന്ന് പറഞ്ഞു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അയച്ചു കൊടുത്തു. കേരളത്തിൽ അന്ന് VSSR നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലുള്ള അപാകതകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അപാകത എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇത് പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലോളി കമ്മീഷൻ വെച്ചു. പാലോളി എന്ന് പറഞ്ഞ ഒരാളുടെ നേതൃത്വത്തിൽ ഒരു കമ്മീഷൻ വെച്ചു. CPM നേതാവിന് അദ്ദേഹം കുറച്ചുകൂടി എഴുതി ചേർത്തു, ആനുകൂല്യങ്ങൾ കൊടുത്തു. ഇന്ന് മുസ്ലിം സമുദായം നിങ്ങൾ എവിടെ പരിശോധിച്ചാലും വിദ്യാഭ്യാസപരമായും എല്ലാം തന്നെ മുസ്ലിം സമുദായം മുന്നേറിലേക്ക് വരാൻ സാധിക്കും. അതുകൊണ്ടാണ് ആ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റ് വെച്ചു. കേരള ഗവൺമെന്റ് പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വെച്ചുകൊണ്ട് അതിനെ വിപുലീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും. നേരെ മറിച്ച് ഇവിടെ വിശ്വകർമ്മ സമുദായം 36 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമുദായത്തിന് ഇവിടെ എന്ത് നേടാൻ സാധിച്ചു? ഭരണപരമായ അധികാരത്തിന്റെ തലത്തിലോട്ട് കയറാൻ പറ്റിയിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കണം. 36 ലക്ഷം പേരുള്ളപ്പോൾ
ഈ ഇടുക്കി പാർലമെന്റിൽ 12 ലക്ഷത്തിനടുത്ത് വോട്ടുണ്ട്. എല്ലാ നിയോജകമണ്ഡലത്തിലും 12 ലക്ഷത്തിനടുത്താണ് വോട്ട്. അത് ജയിക്കണമെങ്കിൽ 6 ലക്ഷം പോലും വേണ്ട, അവർ ജയിക്കപ്പെടും. അങ്ങനെ ഇപ്പോൾ 36 ലക്ഷം വോട്ടർമാരുടെ നമുക്ക് 3 മണ്ഡലങ്ങൾ കുറഞ്ഞപക്ഷം നിയമസഭ മത്സരിക്കാൻ കിട്ടേണ്ടതാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും NDA ആണെങ്കിലും ഒരു വിഷയങ്ങളെ പോലും മത്സരിപ്പിക്കാൻ തയ്യാറായി. അത് മാത്രമല്ല, ഈ 545 വരുന്ന പാർലമെന്റ് മണ്ഡലങ്ങളിൽ ഒരു വിശ്വകർമ്മൻ ജാർഖണ്ഡിൽ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിന്ന്. അപ്പൊ ഈ സമുദായത്തോടുള്ള രാഷ്ട്രീയക്കാരുടെ സമീപനം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ടത്. കാര്യം ഇന്ത്യയിലെ ഇവിടുത്തെ പറയല്ല, ആന്ധ്രയിലും കർണാടകത്തിലും അതുപോലെ തന്നെ ഗുജറാത്തിലൊക്കെ വിശ്വകർമ്മ ഇന്ത്യയൊക്കെ ഒരുപാട് ജനസംഖ്യപരമായിട്ട് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ പോലും ജാർഖണ്ഡിൽ അത്രയും വലിയ ശക്തമല്ലാത്ത വിശ്വകർമ്മരുണ്ട്. ഇല്ലെന്നല്ല, മറ്റു സംസ്ഥാനങ്ങളിലേക്കാൾ ശക്തമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് ഒരു വിശ്വകർമ്മ ജയിച്ചു വരാൻ പറ്റും. നല്ല ചോദിച്ചു. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു, അവരെവിടെ നിൽക്കുന്നു? ഇവിടെ 3 പാർലമെന്റ് അംഗങ്ങളെ സൃഷ്ടിക്കാനുള്ള കഴിവുള്ള വിശ്വകർമ്മ സമുദായം സംഘടിതമായ ശക്തിയില്ലാത്തത് കൊണ്ട് ഇവിടെ അവഗണിക്കപ്പെടുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ. അത് മാറും. അത് മാറണമെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയത്തിന് അതീതമായി നമ്മൾ സംഘടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ തന്നെ 2 സമുദായങ്ങൾ, നമ്മള് വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ, ദേവദാസൻ മരണപ്പെട്ട ദേവദാസന്റെ നേതൃത്വത്തിലൊക്കെയുള്ള സംഘടനകൾ 2 മുന്നണികളിൽ UDF പിന്തുണച്ചുകൊണ്ടിരിക്കുക. അതെന്തുമായിക്കോട്ടെ, നമ്മൾ അതിനെ ഒരു രാഷ്ട്രീയമില്ലാത്തൊരു സംഘടനയൊന്നും നമുക്ക് കാണാൻ പറ്റുന്നത്. കാര്യം ഒരു സമുദായ സംഘടനയാണ്, അങ്ങനെ നമുക്ക് ബഹുമാനത്തോട് കാണാം. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കിത് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിന് നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ മക്കളുടെയൊക്കെ ഭാവി എന്തായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിദ്യാഭ്യാസപരമായി എത്രയോ കഴിഞ്ഞ ദിവസം ഈ ലോ കോളേജിന്റെ അഡ്മിഷൻ പരിശോധിച്ചപ്പോൾ ആ അഭിഭാഷകരായി പഠിക്കാൻ പോകുന്ന കുട്ടികളിൽ വിശ്വകർമ്മ സമുദായത്തിന് കേവലം എല്ലാം കൂടി നോക്കിയാൽ ഇവിടുത്തെ ലോ കോളേജ് തിരുവനന്തപുരം തൊട്ട് കാലിക്കറ്റ് വരെല്ലാം പരിശോധിച്ചപ്പോൾ വേറെണ്ണാവുന്ന പ്രൈവറ്റ് കുറെ ഉണ്ട്, വേറെണ്ണാവുന്നവരും വരുമാനം അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ജനസംഖ്യാത്മകമായി മാറ്റം ഉണ്ടാകണം. നമ്മൾ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് നമ്മൾ ആവശ്യം. ജാതി സെൻസസ് നടപ്പിലാക്കിയാൽ മാത്രമേ ജാതി സെൻസസ് എടുക്കത്തില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞപ്പോഴും ഇവിടെ ജാതി സെൻസസ് എടുക്കണമെന്നുള്ള നിർബന്ധത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജാതി സെൻസസിലൂടെ വിശ്വകർമ്മൻ എത്രയുണ്ടെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമ്പോൾ അതനുസരിച്ച് ഇവിടെ വിദ്യാഭ്യാസപരമായും തൊഴിൽപരമായും സംവരണം ഏർപ്പെടുത്താൻ ഗവൺമെന്റ് നിർബന്ധിതമായിത്തീരും. അതാണ് സത്യം. ഈ കഴിഞ്ഞ നമ്മുടെ PM വിശ്വകർമ്മ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കി വന്നത് നമ്മളുടെ ഒരുപാട് നിവേദനം കൊടുത്തതിന് പരമായിട്ടാണ്. നമ്മുടെ നിവേദനം കൊടുത്തപ്പോഴും ഒരു കാര്യമാണ് പറയുന്നത്. 1977 കോൺഗ്രസ് ഗവൺമെന്റായി ജനതാ പാർട്ടി നേതൃത്വത്തിൽ വന്ന മൊറാർജി ദേശായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് IRDP സ്കീം എന്ന് പറഞ്ഞു, ഇവിടെ ഉള്ളവരാർക്കും ഓർമ്മ ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. IRDP സ്കീം എന്ന് പറഞ്ഞൊരു സ്കീമുണ്ട്. ഈ IRDP സ്കീം എന്ന് പറയുന്നത് സ്വയം തൊഴിൽ തുടങ്ങുന്നതിന് വേണ്ടി അതാത് ബ്ലോക്ക് വഴി കൊടുത്തുകൊണ്ടിരുന്ന ഒരു ലോണാണ്. ആ ലോൺ കൊടുക്കുമ്പോൾ അതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് 25% ജനറൽ വിഭാഗത്തിന് സബ്സിഡി. അതായത് ഒരു 5000 രൂപയുടെ പദ്ധതി ഉണ്ടെങ്കിൽ 1250 രൂപ അത് സബ്സിഡി കൊടുക്കും. അതേസമയം മറ്റേ SC ST ആണെങ്കിൽ 33% അതിന് ഇളവ് കൊടുക്കും, പണം ഫ്രീയായിട്ട് കൊടുക്കും. അതാണ് IRDP സ്കീം. അതേ രീതിയിൽ അത് മാത്രമല്ല വിപണന വേള, അവർക്ക് വിപണന വേള എന്ന് പറഞ്ഞുകൊണ്ട് IRDP ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത് വിൽക്കുന്നതിന് വേണ്ടിയുള്ള വേദികൾ ഉണ്ടാക്കി കൊടുക്കുന്നു. സർക്കാർ ഈ ഫസ്റ്റ് വരുമ്പോൾ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്നു. അതുപോലെ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ അവരുടെ വലിയ കാര്യങ്ങൾ ദീപാവലി വരുമ്പോൾ അതിന് വേണ്ടിയുള്ള നെല്ല് അടക്കമുള്ള സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നത്. ഇവിടുന്ന് ഒരുപാട് പേര് പോയി വിപണനം നടത്തി തിരിച്ചു വന്നിട്ടുണ്ട്. സൗജന്യമായിട്ട് കൊടുക്കുന്നതാണ്. ഇവിടെ കൊണ്ടുപോയി സാധനം കൊണ്ടുപോയി വിറ്റിട്ട് അവർ പോയാൽ. അതേപോലെ തന്നെയാണ് നമ്മളിവിടെ പറഞ്ഞത്, കേരളത്തിൽ ഈ PM വിശ്വകർമ്മ വരുമ്പോൾ ഇവിടെ ഈ സബ്സിഡി നൽകണം. ഈ നമ്മൾ ഈ പറയുന്ന കാര്യം സബ്സിഡി നൽകുമെന്ന് പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉപകരണമാണെങ്കിൽ, ഒരു മൺവെട്ടിയാണെങ്കിൽ പോലും ആ മൺവെട്ടി ഇവിടെ മിഷനിൽ ഉണ്ടാക്കുന്ന മൺവെട്ടി ഇഷ്ടം പോലെ ഇവിടെ വില കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മൺവെട്ടി ദിവസങ്ങളെടുത്ത് പണിയുന്ന മൺവെട്ടി ഇവിടെ വിലക്കുമ്പോൾ നമുക്ക് മുതലാകില്ല. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇതിന്റെ സബ്സിഡി നൽകണമെന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഇവിടെ വേള വേണമെന്ന് നമ്മൾ പറയുന്നത്. അതൊന്ന്. രണ്ടാമതായിട്ട് ഈ PM വിശ്വകർമ്മ വന്നിട്ട് എത്ര പേർ കിട്ടി? ഇപ്പോഴും അവന്റെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ് നടക്കുന്നതിൽ ഏറ്റവും വലിയ അഴിമതി നടത്തുന്നതാണ് സത്യം. നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. പലയിടത്തും ടൂൾസ് കിറ്റ് കൊടുക്കുകയാണെന്ന് പറഞ്ഞ് 10,000 രൂപ വിലയുള്ള ടൂൾസ് കിറ്റ് കൊടുക്കാൻ വേണ്ടി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഗോഡൌൺ സൃഷ്ടിച്ചിരിക്കുകയാണ്. നമ്മൾ അപേക്ഷ കൊടുക്കുന്നു, നമ്മൾ വിളിച്ചിട്ട് വരുന്നു, ക്ലാസ് എടുക്കുന്നു, അതിനുശേഷം ടൂൾ കിറ്റ് തരാമെന്ന് പറയുന്നു, നമുക്ക് തരുന്നില്ല.
അപ്പോഴാണ് ബാങ്കുകാരൻ പറയുന്നത് അവര് സിവിൽ സ്കോർ ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാങ്കുകാരൻ തടയപ്പെടുകയാണ്. സിവിൽ സ്കോർ അന്ന് പ്രശ്നമല്ലെന്ന് പറഞ്ഞാണ്. സാമാന്യം ഗവൺമെന്റ് അതിന്റെ പൈസയുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഒരുപാട് പേർക്ക് ഈ ടൂൾ കിറ്റ് കൊടുക്കുന്നില്ല, പലതരം ജില്ലകളിൽ കൊടുക്കുന്നില്ല. ഇത് വൻ അഴിമതിയാണ് കേരളത്തിലെ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ഈ അടുത്ത ദിവസം സെക്രട്ടേറിയറ്റ് അടിക്കുന്ന ഒരു ധർമ്മ സംഘടിപ്പിക്കുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ആർക്കും ലോൺ കിട്ടുന്നില്ല. കാര്യം സിവിൽ സ്കോറിന്റെ മറ്റും കാര്യം പറഞ്ഞുകൊണ്ട് ബാങ്കുകൾ ലോൺ PMB ശർമ്മയെ പോലും തുരങ്കം വെക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഈ വിശ്വകർമ്മ സമുദായത്തിന് തൊഴിൽപരമായി മുന്നോട്ട് വരാൻ വേണ്ടിയുള്ള ഒരു അവസ്ഥ ഇല്ലാതാക്കുകയാണെന്ന് പറഞ്ഞാണ്. അതാണ് മറ്റൊരു കാര്യം. അപ്പൊ ഈ വിശ്വകർമ്മ സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആരൊക്കെയോ സൃഷ്ടിക്കുന്ന രീതിയിൽ ഇതിനെ തകർക്കുമ്പോൾ അതിനെതിരെ ഉണർന്നു പ്രവർത്തിക്കുവാൻ നമ്മൾ തയ്യാറാകും. അതല്ല എങ്കിൽ ഭാവിയിൽ ഒരു കോളേജോ ഒരു സ്കൂളോ സ്വന്തമായി ഇതിനേക്കാൾ എത്രയോ എണ്ണക്കുറവുള്ള സമുദായങ്ങൾക്ക് സ്കൂൾസ് കോളേജും ഒക്കെ ഉണ്ട്. പണ്ട് കാലത്ത് ഇഷ്ടം പോലെ കോളേജ് സ്കൂളുകളും കൊടുത്തിരുന്നു, വ്യക്തികൾ കൊടുത്തിരുന്നു. മലബാറിലൊക്കെ എത്രയോ വ്യക്തികളുടെ പേരിലാണ് സ്കൂളും കോളേജുകളൊക്കെ ഉള്ളത്. SNTRust കൊണ്ടുവന്നു. SNTRust R ശങ്കർ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയായ SNDPയുടെ നേതാവായിരുന്ന R ശങ്കർ കേരളത്തിലെ മുഖ്യമന്ത്രിയായപ്പോഴാണ് ഇവിടുത്തെ SNTRust ഉണ്ടാക്കിയത്. ആ SNTRustലൂടെയാണ് ഇഷ്ടംപോലെ കോളേജ് സ്കൂളുകളൊക്കെ വന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് SNDPയുടെ യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി. അതും അതിന്റെ ജനറൽ സെക്രട്ടറി എന്നതിൽ അദ്ദേഹം വളരെ സജീവമായി കൂടി നടക്കുന്നതിന് പ്രധാന പ്രശ്നം ആ SNTRust വന്നതുകൊണ്ടാണ്. അതുപോലെ NSനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടംപോലെ കോളേജുകൾ സ്കൂളുകളുണ്ട്. MBSന് സ്കൂളും കോളേജുകളുണ്ട്. ക്രിസ്ത്യൻ മാനേജ്മെന്റ് എല്ലായിടത്തും സ്കൂളും കോളേജുകളുണ്ട്. ഇവിടെ അവഗണിക്കപ്പെടുന്ന സമുദായത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പാപ്പരായിരിക്കുന്നത് വിശ്വകർമ്മ സമുദായമാണ്. ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ അവകാശം ഇന്നത്തെ രാഷ്ട്രീയമില്ല. ഇതിനകത്ത് എന്താണെന്ന് പറഞ്ഞാൽ ശരി, ഇതിന് രാഷ്ട്രീയമായി നിങ്ങൾ കാണരുത്. ഇതിന് രാഷ്ട്രീയം മറന്നുകൊണ്ട് ഇത് നേടിയെടുക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിലെ 140 നിയോജകമണ്ഡലത്തിൽ കമ്മിറ്റി വിളിച്ചുകൊണ്ട് നമ്മുടെ 14 ജില്ലകളിൽ കമ്പനികൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കമ്പനികൾക്ക് ശേഷം സംസ്ഥാന തലത്തിൽ നമ്മൾ ചാലക്കുടിയിൽ വെച്ച് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ച് ആ ക്യാമ്പിലൂടെ വിശ്വകർമ്മ സമുദായത്തിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തി ആ അവകാശങ്ങളില് നമുക്കറിയാമെങ്കിൽ കൂടി അവരവരുടെ പറയാവുന്ന ഒരുപാട് വിദഗ്ധരായിട്ടുള്ള ഒരുപാട് പേര് ഇപ്പൊ തന്നെ ഈ യോഗത്തിൽ അന്നുള്ള യോഗത്തിൽ പങ്കെടുക്കാത്ത ഒരുപാട് പേര് ഇവിടെ സ്ഥലത്തുണ്ട്. നിങ്ങൾക്കൊക്കെ തന്നെ ഇതിന്റെ നേതൃസ്ഥാനത്ത് വരേണ്ടതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. നമുക്ക് ആവശ്യമായ രീതിയിൽ നമ്മുടെ സംഘടനയിൽ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഭാരവാഹികളെ കൂട്ടിച്ചേർത്ത് നിങ്ങളൊക്കെ നേതൃസ്ഥാനത്ത് വരണം. വന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടിയുള്ള ഒരു ആ നേതൃസ്ഥാനത്ത് വന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ കരിപ്പിടിപ്പിക്കുവാനുള്ള ഒരു പ്രവണത നിങ്ങളുടെയൊക്കെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥതയോട് ഉണ്ടാകേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന രീതിയിൽ ഈ ക്യാമ്പിനോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ വേറെ വിദഗ്ധരായിട്ടുള്ള വിശ്വകർമ്മ നേതാക്കന്മാരായിട്ടുള്ള പഴയ ആൾക്കാരെ വിളിച്ചുകൂട്ടി അതിൽ നമ്മുടെ ആവശ്യങ്ങളെ എല്ലാം കണ്ടെത്തിയിട്ട് ശങ്കര കമ്മീഷൻ റിപ്പോർട്ടിന് ചില കോപ്പിഡ് ചിലയിടത്തുണ്ട്. അതൊക്കെ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ അവകാശങ്ങളെ കണ്ടെത്തിക്കൊണ്ട് ആ അവകാശങ്ങളുടെ നിവേദനം കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുകയും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ധർണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ഒരു ധർണയും സംഘടിപ്പിച്ചതിന് ശേഷം വരുന്ന നവംബർ മാസം, അതായത് 2025 നവംബർ മാസത്തിനായിട്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റ് മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനുവേണ്ടി മറുപടി കൂട്ടാനുള്ള സർക്കാർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പറ്റിയെങ്കിൽ വിശ്വകർമ്മ സമുദായത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിൽ ഒരു കമ്മീഷൻ വെച്ചുകൊണ്ട് വിശ്വകർമ്മ സമുദായത്തെ ഉണർത്തിക്കൊണ്ടുവരുവാനുള്ള പ്രവർത്തനം നമ്മൾ ഉണ്ടാകണം. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ ഞാനും നിങ്ങളും ഇവിടെ GST ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുന്നതിന് ആവശ്യമായ ഊർജ്ജം ഞാൻ എന്തുമാത്രം ആഹാരം കഴിച്ചോ ആ ആഹാരത്തിന് പോലും ഞാൻ GST കൊടുത്തിട്ടാണ് ആഹാരം കഴിച്ചത്. ആ GST നിങ്ങൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. ആ നമ്മുടെയൊക്കെ GST ആണ് ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വരുമാനം. പിന്നെ അവിടെ 12% GST മേടിച്ചാൽ 6% കേന്ദ്രത്തിനും 6% കേരളത്തിനുള്ളതാണ്. ഈ GST ഉപയോഗിച്ചുകൊണ്ടുള്ള പണം വിനിയോഗിക്കുന്നത് ആർക്കൊക്കെ എവിടെ കൊടുക്കണമെന്ന് അതേ തീരുമാനിക്കുമ്പോൾ നമ്മുടെയൊക്കെ വേണ്ടി അവിടെ തുകകൾ കുറയുമ്പോൾ അത് നമ്മൾ അവകാശത്തോട് ചോദിക്കണം. മറ്റ് സമുദായങ്ങൾക്ക് മാത്രം തിരിച്ചു കൊടുക്കുവാനുള്ളതല്ല. ഈ 36 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മ സമുദായത്തിന്റെ ആൾക്കാർ ആഹാരം മേടിക്കുമ്പോൾ അല്ലെ കാര്യങ്ങൾ ഓരോരുത്തരോരോ സാധനം വീട് സാധനങ്ങളും മറ്റു കാര്യങ്ങളും വസ്ത്രങ്ങളും ഒക്കെ മേടിക്കുമ്പോൾ കൊടുക്കുന്ന GST തുകയിൽ നിന്നുള്ള വരുമാനങ്ങൾ മറ്റുള്ളവർ കൂടി പോകേണ്ടതല്ല. ഈ രാജ്യത്ത് 36% നമുക്ക് കൂടി കിട്ടേണ്ടതാണ്. അതിനുവേണ്ടിയുള്ള അതായത് നമ്മൾ അതിന് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു പോരാട്ടം നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ഈ നമുക്ക് നമ്മുടെ അവകാശം നേടിയെടുക്കാൻ. അതെല്ലാം നമ്മൾ നിശബ്ദമായി മാറിയിരുന്നാൽ ഞാൻ ഉറപ്പായിട്ട് പറയുന്നു ഒരു കാരണവശാലും അവർ നമ്മൾ പോലെ പഴയതുപോലെ നമ്മൾ ഇട്ട് ചവിട്ടി നിൽക്കും.
ഒരുപാട് പേരൊന്നും ഇതിന് കൂടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് പ്രാതിനിധ്യം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളും ജില്ലാ കളക്ടറും നടത്താൻ പോകുന്ന ധാരണകളിൽ ഒരുപാട് പേരില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ യോഗ കാർഡിലെ ആളുകളുടെ എണ്ണത്തിലല്ല, നേരെ മറിച്ച് കുറച്ചു പേരുണ്ടെങ്കിലും അത് ധൈര്യത്തോടു കൂടി സമരം ചെയ്യുവാനുള്ള ശക്തി നമുക്ക് അറിയിക്കും. ഞാൻ ചെറുപ്പകാലത്തില് ആലപ്പുഴ നമ്മുടെ ഏറ്റവും പ്രശസ്തമായ നെല്ലോട്ടൂർ വള്ളങ്ങൾ, ആ വള്ളങ്ങൾ കിടക്കുന്ന ദിവസം ഭയങ്കര മഴയായി, വെള്ളപ്പൊക്കമാണ്, പുന്നവിടെ കായലൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊഴുകിയാണ്. എല്ലാവരും വീട് വിട്ട് കുട്ടനാട്ടിൽ നിന്ന് വീട് വിട്ട് ഇപ്പുറത്തോട്ട് പോകുന്നത്, അത്ര വെള്ളമാണ്. ഈ സമയത്താണ് അവിടെ ഇതൊന്നും ആഘോഷം എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥന്മാർക്കെന്ന് പറഞ്ഞവർക്കുള്ള ഒരു മാമാങ്കമാണ്, സാമ്പത്തികം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനെതിരായിട്ട് നമ്മളൊരു പ്രക്ഷോഭത്തിൽ സാംസ്കാരിക ഘോഷയാത്രയുണ്ട്. ആ മഴയത്ത് നനഞ്ഞു വന്ന് സാംസ്കാരിക ഘോഷയാത്ര SDV സ്കൂളിൽ ഗ്രൗണ്ടിലോട്ട് കയറുന്നവിടെ ഞങ്ങൾ 5 പേര് മാറി സൈഡിൽ നിന്നിട്ടുണ്ട്, കൊടി കരുതിയിരുന്നു കയ്യിൽ. ആ കൊടിയിൽ ഞാൻ യുവജനതയുടെ ഭാരവാഹിയാണ്, ജില്ലാ സെക്രട്ടറിയായിരുന്നു. ആ കൊടി ഇവിടെ കൈ പിടിച്ചുകൊണ്ട് അതിന്റെ മുന്നിലോട്ട് ചാടി അവിടെ മുദ്രാവാക്യം വിളിച്ച് അവിടെ വലിയൊരു ഷോ ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. അതോടുകൂടി അത് ആകെപ്പാട് ഒരു അനുകൂലപ്പെടുത്തിയില്ലെന്നല്ല, എങ്കിലും ആ സാംസ്കാരിക ഘോഷയാത്രയുടെ മുന്നിൽ നടത്തിയ ആ പോരാട്ടം യഥാർത്ഥത്തിൽ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ വരികയും അതുവഴി ആ മഴയുടെയും അതിന്റെയും കാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അത്തരം സമരങ്ങളിലൂടെ നമ്മൾ ബോധ്യപ്പെടുത്തിയിടണം. നമ്മുടെ സംഘടനാവസ്ഥയ്ക്കും പോകാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് നമ്മൾ ആളുകളുടെ എണ്ണം അല്ല, നമ്മൾ 5 പേരുണ്ടായിരുന്നു. 5 പേർക്ക് ആ ജനങ്ങളെ ഈ മഴയത്ത് പോലും നടത്തുന്നത് സാമ്പത്തിക തട്ടിപ്പിനും വെട്ടിപ്പിനുമാണ് നമ്മൾ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് 5 പേർക്ക് സാധിച്ചു എന്നുള്ളതാണ് സത്യം. അതുപോലെ നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ഒരുപെടണം. നിങ്ങൾ അതിന്റെ ആ താല്പര്യത്തോട് നിങ്ങൾ മുന്നിട്ടിറങ്ങണം. അങ്ങനെ മുന്നിട്ടിറങ്ങാത്തൊരു അവസ്ഥ വന്നാൽ തീർച്ചയായും ഞാൻ പറയുന്നു, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു കാര്യവും ഭാവിയിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി നേടിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. ഇന്നൊരു ഗവൺമെന്റ് ജീവനക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവന്റെ കുടുംബം തന്നെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമാണ്. പെൻഷനും അവന്റെ അന്ത്യകാലം വരെ അവന്റെ പെൻഷനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉതകുന്ന രീതിയിലുള്ള ഒരു ജീവിത സുരക്ഷത്തിലേക്ക് അവൻ പോവുകയാണ്. നേരെ മറിച്ച് നമ്മുടെയൊക്കെ ആൾക്കാർ കുട്ടികൾക്ക് ഈ ഇത്തരത്തിൽ കിട്ടുന്നില്ല. ഇപ്പോഴും പരമ്പരാഗത തൊഴിൽ രീതി ജീവിക്കുന്നു. ആ പരമ്പരാഗത തൊഴിൽ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള മത്സരമാണ്. സ്വർണ്ണ പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് സ്വർണം എന്ന് പറയുന്നത് എല്ലാ ജോലികളുള്ള സ്ഥലം മാത്രം മേടിച്ചാൽ മതി. സ്ഥലം മാത്രം മേടിച്ചിരുമ്പോൾ അവിടെ കെട്ടിടം പണിയുന്നതിന് വേണ്ടി ബാങ്കുകാർ ലോൺ കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ കട മുടി പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പണം കൊടുക്കുന്നു. സ്വർണം കൊണ്ടുവന്ന് മറാഠികൾ അതിനകത്ത് വിൽക്കുന്നു. MBA പഠിച്ച് ട്രെയിനിങ്ങിന് കാത്തിരിക്കുന്ന പിള്ളേരെ വന്നിട്ട് സൗജന്യമായിട്ട് അവിടെ നിന്ന് വിൽക്കാൻ വേണ്ടി കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ 1 രൂപ പോലും മുടക്കാതെ സ്ഥലം മേടിച്ചിട്ട് ഇവിടുത്തെ പണമുള്ളവൻ ആ സ്വർണ്ണ വ്യാപാരം നടത്തുമ്പോൾ ഇവിടുത്തെ സ്വർണ്ണ പണിക്കാരുടെ പണം കിട്ടുക. സ്വർണ്ണം പണിക്കാരെ പണമില്ല. എല്ലാരെയും വളർത്തിയിട്ടുള്ള ആൾക്കാരാണ് വിശ്വകർമ്മ സഭ. എല്ലാ കലാകാരന്മാരുള്ള ബുദ്ധിജീവികളുള്ള എല്ലാ രീതിയിലും മുൻപെത്തിയിട്ടുള്ള ഇന്ന് കാണുന്ന മണിസൗധങ്ങളും ക്ഷേത്രങ്ങളും കലാരൂപങ്ങളും ഒക്കെ പഠിച്ചിട്ടുള്ള വിശ്വകർമ്മര് ഇന്ന് രാജ്യത്ത് ഏറ്റവും വലിയ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ സംഘടിപ്പിക്കണം. നമ്മൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സത്യുക്തം നിൽക്കണം. അതിനകത്ത് രാഷ്ട്രീയമില്ല, ഒരു കാര്യമില്ല. ആശാരിയായാലും മൂശാരിയായാലും കൊല്ലനായാലും കരുവാനായാലും തട്ടാനായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നാണ് എന്ന രീതിയിൽ നിന്ന് നമുക്ക് പ്രവർത്തിക്കണം. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കുഴപ്പമെന്ന് വെച്ചാല് ഈ ഒരിക്കല് നമ്മളിവിടെ ഇപ്പോഴും വർഷങ്ങൾക്ക് മുമ്പ്, ഞാനൊരു 10-15 വർഷത്തിന് മുമ്പാണ് ഇതേപോലെ അന്ന് വിഷയന്മാർ ഇതുപോലെ സംഘടിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ പോയി. നമ്മുടെ കണ്ണൂര് അവിടെ ഇവിടെ ഒരു വാരശാലയുണ്ട്, ജവഹർ വാരശാല. അവിടെ വെച്ച് യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബാക്ടറാത്തോട്ട് ജീവനക്കാർ അടക്കമുള്ളവർ വന്നു. ഞങ്ങൾ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ വിശ്വകർമ്മ സമുദായത്തിന് വേണ്ടി മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ അടുത്തിരിക്കുന്ന ആള് ചോദിക്കുക, നിങ്ങൾ വിശ്വകർമ്മയിൽ ഏത് വിഭാഗമാണ്? അതാണ് നമ്മുടെ ആൾക്കാർ. വിശ്വകർമ്മയിൽ ഏത് വിഭാഗം മനസ്സിലാക്കുന്നതനുസരിച്ചാണ് അവരുടെ ആ ഒരു പ്രവൃത്തി. അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ വിശ്വകർമ്മ സമുദായം ഒറ്റക്കെട്ടാണ്, ഒന്നാണ് എന്ന രീതിയിൽ നിന്നുകൊണ്ട് നമ്മൾ ശക്തമായി പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിച്ചാൽ തീർച്ചയായും നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള പ്രയത്നത്തിലുള്ള ഒരു കാൽവെപ്പാണ് നമ്മൾ. ഈ കാൽവെപ്പോടുകൂടി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല, പലരും ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടാണെന്നുള്ള വിശ്വാസം നിങ്ങൾക്ക് വേണ്ട. തീർച്ചയായും നമുക്ക് നേടിയെടുക്കാനുള്ള മനോധൈര്യമുണ്ട്, ആശയമുണ്ട്. അത് നേടിയെടുക്കാൻ എത്ര അറ്റം വരെ പോകുന്നതിന് നമുക്കൊരു മടിയുമില്ല. അതിന്റെ പ്രാരംഭമൊന്നുമില്ലാണ് ഈ 14 ജില്ലയിൽ ഇത്ര യോഗങ്ങൾ വിളിക്കുകയും സംസ്ഥാന തലത്തിലൊരു ക്യാമ്പ് ചാലക്കുടി റിസോഴ്സിൽ വെച്ച് നമ്മൾ 2 ദിവസം ഒരു ക്യാമ്പ് വിളിച്ചു കൂടിയിട്ട് ആ ക്യാമ്പിൽ വെച്ച് ഉരുത്തിരിഞ്ഞ അഭിപ്രായങ്ങള് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷം ആവശ്യമായ സമരപരിപാടികൾക്ക് രൂപം നൽകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യ സർക്കാരത്തിന് നിങ്ങളെല്ലാം മറന്ന് ഈ സംഘടനയോടൊപ്പം നിൽക്കണം. ഈ ധൈര്യവും പ്രവർത്തനശേഷിയും നമുക്കുണ്ട്. അത് സോഴ്സിനാളുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾക്കറിയാം വക്കഫ് ബോർഡിന്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട്
ഇവിടെ ഒരുപാട് ഭൂമികൾ പിടിച്ചെടുത്തുന്ന ഈ സാഹചര്യത്തിൽ മുൻപ് സമരത്തിന് നമ്മൾ കഴിഞ്ഞ 24 തീയതി പോയിരുന്നു. ആ 24 നമ്മളിവിടെ സമരത്തിന് ചെന്നപ്പോൾ നമ്മൾ ആ സമരപന്തലിന് 2 കിലോമീറ്റർ ഇപ്പുറത്തോട്ട് മാറി മാമ്പള്ളിയടക്കം പങ്കെടുത്താണ് ഞങ്ങൾ പ്രകടനമായിട്ടാണ് ആ സ്ഥലത്തേക്ക് പോയത്. നമ്മൾ വന്ന പ്രവർത്തകരെല്ലാവരും കൂടി പ്രകടനമായിട്ട് ആ ഭൂമിയിലേക്ക് അവിടെ ആ സമരപന്തലിലേക്ക് പള്ളിയങ്കണത്തിലേക്ക് കയറി ചെന്നപ്പോൾ അവരുടെ സന്തോഷം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റൊരാരും പ്രകടനമായിട്ട് പോയിട്ടില്ല. എല്ലാവരും അവിടെ ചെന്ന് കാറിന് ചെന്ന് അവിടെ ഇറങ്ങി 2 ബാനറും വലിച്ചു കെട്ടി തൂക്കിയിട്ട് അവരുടെ നേതാക്കന്മാരോട് തിരിച്ചു തിരിച്ചു പോരുന്ന പ്രവണതയായിരുന്നു. പക്ഷെ 2 കിലോമീറ്റർ ഇപ്പുറത്ത് ചെറായി കടപ്പുറത്ത് നിന്നും ആ പുരമ്പത്തേക്ക് നമ്മൾ നടത്തിയ സമരത്തിന്റെ പ്രകടനം വളരെയധികം പ്രകമ്പനം കൊള്ളിക്കുന്ന രീതിയിൽ ആ പ്രദേശത്തുള്ളവരെ ആത്മാർത്ഥത്തോടുകൂടി നമ്മുടെ ആ പ്രകടനത്തിന് പിന്നാലെ അവർ കൂടി അണിനിരത്തിക്കൊണ്ട് അവർ വരാൻ തയ്യാറായി എന്നുള്ളതാണ് സത്യം. അവരോടൊപ്പം നിൽക്കുന്ന അവരുടെ ഹൃദയത്തെ തൊട്ട് അവരെ ഹൃദയത്തെ സ്പർശിച്ച് കൂടെ നിൽക്കുവാനുള്ള പ്രവണത കാണിച്ചപ്പോൾ ആ മത്സ്യത്തൊഴിലാളികൾ ആഹ്ലാദഭരിതരായി നമ്മളോടൊപ്പം നിന്ന് ആ സമരപന്തലിലേക്ക് അവർ കൂടി വന്നു എന്നുള്ളതാണ് സത്യം. അത്തരം ഒരു സമരത്തിനാണ് നമ്മൾ നേതൃത്വം കൊടുക്കുന്നത്. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഒരു സഹോദരങ്ങളെ പോലെ ഒരു കുടുംബത്തെ പോലെ നമ്മൾ ഒന്നാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആത്മാർത്ഥയോട് നിൽക്കുക. അതിന്റെ പേരിൽ നമുക്ക് ഒരു വിശ്വകർമ്മ സമുദായത്തിലുള്ള എതിർപ്പില്ല. അതോടൊപ്പം തന്നെ ഈ സന്നദ്ധ സംഘങ്ങളായിട്ട് ഒരു അനവധി സന്നദ്ധ സംഘങ്ങൾ വിശ്വകർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കേന്ദ്രത്തിൽ അവർ ജില്ലാ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ്. ആ ട്രസ്റ്റുകൾക്ക് ചില പരിമിതികളും അവർ ഈ സമുദായത്തിന്റെ പേരിൽ ഒരു സമരം നടത്താൻ പോലും തയ്യാറാവുന്നില്ല. നമ്മളെ സംബന്ധിച്ചുള്ള അതല്ല. രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കീഴിൽ വരുമ്പോൾ അതിനുള്ള അതിൻ്റെതായ ഒരു ഇതുണ്ടാകും. മറ്റു സമുദായങ്ങളും മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സ് തുറന്നുകൊണ്ട് പിന്നോക്ക സമുദായത്തെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ചില സംബന്ധിച്ചോളം സോഷ്യൽ ഭരണങ്ങളിൽ പറയുന്നത് 60% സീറ്റുകൾ 10 ഭാരവാഹികളുണ്ടെങ്കിൽ 6 പേരും പിന്നോക്ക സമുദായവും വനിതകളും ന്യൂനപക്ഷങ്ങളുമായിരിക്കണമെന്ന് ഭരണഘടനയിൽ എഴുതിച്ചെടുത്തൊരു പാർട്ടിയാണ് സോഷ്യൽ. 10 പേരിൽ 6 പേര് പിന്നോക്കവും ന്യൂനപക്ഷവും ആയിട്ടുള്ള ആൾക്കാർ സ്ത്രീകളടക്കം ഉണ്ടായിരിക്കണം എന്ന് ഭരണഘടനയിൽ എഴുതിച്ചെടുത്തൊരു പാർട്ടിയുടെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിൽക്കുക, ശക്തിയായിട്ട് മുന്നോട്ട്. ആ മുന്നേറ്റത്തിൽ തീർച്ചയായിട്ടും പലരും 26 ലക്ഷത്തിന്റെ വോട്ടർമാരുടെ നമ്മൾ സംഘടിക്കുമ്പോൾ ആ 36 ലക്ഷത്തിന്റെ വോട്ടർമാരുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് അപ്പോഴേക്കും ഈ വരുന്ന 2025 സെപ്റ്റംബർ നവംബർ മാസത്തിൽ നവംബറിലോ നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മിക്കവാറും ഒക്ടോബർ തന്നെ പ്രഖ്യാപിക്കുന്ന നവംബറോട് തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെയും എന്നെയും പോലെയുള്ള പ്രാദേശികമായി മത്സരിക്കുവാൻ തയ്യാറായിട്ടുള്ള പ്രവർത്തകരെ സ്ഥാനാർത്ഥികളാക്കി വിശ്വകർമ്മ സമുദായത്തിന് പ്രാമുഖ്യമുള്ള മണ്ഡല വാർഡുകളിൽ നമ്മുടെ ആൾക്കാരെ നിർത്തി ജയിപ്പിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ആ വാർഡുകളിലാണ് കൂടുതൽ വികസന പ്രവർത്തനം. ഗ്രാമസഭ വഴി ഒരുപാട് ആനുകൂല്യങ്ങൾ വീടുകളും മറ്റു കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് നമ്മുടെ ആൾക്കാർക്ക് നേടിക്കൊടുക്കുന്നെങ്കിൽ വിശ്വകർമ്മ സമുദായത്തിലുള്ള ആൾക്കാരെ ആ പഞ്ചായത്ത് മത്സരിപ്പിച്ച് ജയിക്കണം. ഗ്രാമപഞ്ചായത്തിലാണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിലും ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയാണെങ്കിലും കോർപ്പറേഷനാണെങ്കിലും മത്സരിപ്പിച്ച് ജയിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഈ വരുന്ന ഒക്ടോബർ നവംബർ മാസം. ഒരുപക്ഷമില്ല. അതുകൊണ്ട് തന്നെയാണ് അതിന് മുമ്പായിട്ട് നമ്മൾ പാർലമെന്റ് മാറത്തിടക്കണമെന്ന് പറയുന്നത്. നമ്മുടെ സംഘടനാപരമായ ശക്തി നമ്മൾ ആർജിക്കുമ്പോൾ നമ്മൾ ഇതിനു വേണ്ടി കാഹളം മുഴക്കുമ്പോൾ നമ്മൾ അതിന്റെ അലയിലുകൾ നമ്മുടെ ഗ്രാമാന്തരങ്ങളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു ആ അലയിലുകൾ ഗ്രാമാന്തരങ്ങളിൽ പോകുമ്പോൾ അതിന്റെ ഊർജ്ജം എടുത്തുകൊണ്ട് വിഷയങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വരുന്ന നിയമസഭ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുവാൻ തയ്യാറാകും. അങ്ങനെ തയ്യാറാകുമ്പോൾ അനവധി പേരെ ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മൾ ജീവിപ്പിച്ചെടുക്കുവാനും അവകാശങ്ങൾ നേടിക്കൊടുക്കുവാനും സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്തരം പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ട് മുന്നേറണമെന്ന് പറഞ്ഞ് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഗത്ത് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പങ്കെടുക്കുന്ന ഈ സമ്മേളനം ഈ ജില്ലാ നേതൃത്വത്തെ ഉദ്ഘാടനത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നു. നിങ്ങൾക്ക് പാരമ്പര്യമായിട്ട് തൊഴിലെടുത്ത് ജീവിക്കുന്ന വിശ്വകർമ്മർ ഇന്ന് തെണ്ടി തിന്നേണ്ട മറ്റുള്ള ആളുകളെ തെണ്ടി തിന്നേണ്ട അവസ്ഥയിലേക്ക് എന്താണ് ഇതിന്റെ കാര്യം? ഇന്ന് യന്ത്രവൽകൃത കാര്യങ്ങളിൽ അല്ലെങ്കിൽ മാറി വരുന്ന നമ്മുടെ തൊഴിൽ മേഖലയുടെ രീതിയിലുള്ള വർക്കുകൾ ഇപ്പം ഇവിടെ കട്ടളയിലാണെങ്കിൽ ഇരുമ്പ് രീതിയിലായിരിക്കും. മറ്റു കബോർഡുകളൊക്കെ വേറെ മെറ്റീരിയൽ കൊണ്ട് ആയി ഇപ്പോൾ മൾട്ടി ബോർഡ് അല്ലെങ്കിൽ പ്ലൈവുഡ് വയ്ക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം പാരമ്പര്യമായിട്ട് ചെയ്തു വരുന്ന തൊഴിലിൽ നമ്മൾ മാറ്റം വരുത്താൻ പാരമ്പര്യമായി ചെയ്യുന്ന തൊഴിലിൽ ഒട്ടുമുക്ക ആൾക്കാരും പരിശ്രമിച്ചിട്ടില്ല. അതിപ്പം മുസ്ലിം ആണേലും ഈഴവനാണേലും നായരാണേലും വെള്ളാളനാണേലും എല്ലാ രീതിയിലാണ് സംഘടനാപരമായിട്ട് അവർ വളരെ ഉയർത്തിയിട്ടില്ലേ.
സ്ത്രീകളുടെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ സംഘടനാപരമായിട്ട് വെള്ളാപ്പള്ളി നടേശം പോകുന്നതിന് മുമ്പ് നല്ല ഒരു ഇതിലാണ് മൈക്രോ ഫൈനാൻസ് ഉണ്ടെങ്കിലാണ് അവർ കുറച്ച് എല്ലാ രീതിയിലും സംഘടന ഉണ്ടായി. നമുക്ക് അങ്ങനെ ഒരു മൈക്രോ ഫൈനാൻസ് അല്ലെങ്കിൽ മറ്റുള്ള അങ്ങനെയുള്ളൊരു ഇത് വരാൻ പോലും നമുക്ക് സംഘടനാ ശക്തിയുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ നേതൃത്വം അതിൻ്റെ ഈ പൂർണ്ണമൊന്നും കാണിച്ചത്. NSSന്റെ ആണെങ്കിലും നമ്മുടെ സുമാരും അവർക്കും സംഘടനയായിട്ട് അവരൊക്കെ പല രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരല്ലേ. പിള്ളസാറാണെങ്കിലും ഇളച്ചനാണെങ്കിലും അല്ലെങ്കിൽ അവരൊക്കെ ഈ സമുദായ സംഘടനയുടെ ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ രാഷ്ട്രീയം അഴിച്ച പുറത്ത് വെച്ച് ചെല്ലുമ്പോൾ പുറത്ത് വെക്കുന്ന പോലെ രാഷ്ട്രീയവും ആ പുറത്ത് വെച്ചിട്ട് വേണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറ്റുന്നത്? നമ്മൾ ആ രാഷ്ട്രീയം സംഘടനയിൽ ഇളക്കി കയറ്റിവിട്ടു. നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല. നമ്മളിപ്പം BJP ആണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ ആ രാഷ്ട്രീയം കൂടത്തിൽ കൊണ്ടുവരണം. കൂടത്തിൽ കൊണ്ടുവരുന്നതിൻ്റെ വെളിച്ചത്തിൽ എന്താ പറ്റിയത്? എവിടെ നമ്മളൊരൊത്തരും ഒരു കൂട്ടായ്മ ഉണ്ടാക്കണം അല്ലെങ്കിൽ പഞ്ചായത്തിൽ നമുക്ക് അംഗസംഖ്യ കൂടുതൽ വേണമെന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം അവിടെ കുത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നമുക്കൊരു പഞ്ചായത്തിൽ പോലും വിശ്വകർമ്മയുടെ സമുദായത്തിൻ്റെ പേരിൽ ഒരു മെമ്പറെ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല. നമ്മളത് തിരിച്ചറിയണം. മറ്റുള്ള സമുദായ സംഘടനകൾ കാണിക്കുന്നതെങ്കിലും കേട്ട് ഇപ്പം CPMന്റെ ആൾക്കാർ ഇപ്പോൾ CPMന്റെ ഓഫീസാണ്. CPMന്റെ ആൾക്കാരാണ് നമ്മുടെ വിശ്വകർമ്മയിൽ ഒട്ടുമിക്ക ആൾക്കാർ. പക്ഷെ അവര് സമുദായ സംഘടനയിൽ വന്നിട്ട് എന്നാൽ നമുക്കൊരു സമുദായത്തിന് വേണ്ടി നമുക്കൊന്ന് ഒന്നിച്ച് രാഷ്ട്രീയം വന്നെങ്കിൽ ഒന്നിച്ച് നിൽക്കണം. വിശ്വകർമ്മ ഒറ്റക്കെട്ടായിട്ട് അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിൽ തന്നെ ഞങ്ങളുടെ അവിടെ തന്നെ 370 കുടുംബം ഒരു പഞ്ചായത്തിൽ അവരെല്ലാം പല പാർട്ടി. എന്നാൽ സമുദായത്തിൻ്റെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കാതെ അവിടെ എത്ര പഞ്ചായത്ത് പ്രസിഡന്റ് വരെ ഈ സമുദായത്തിൽ ഉണ്ടാകേണ്ട അത് നമ്മൾ കണ്ടില്ലെന്നില്ല. ഇനിയെങ്കിലും പല രാഷ്ട്രീയ പാർട്ടിക്കാരും നമ്മളെ വെറും വോട്ട് തൊഴിലാളികളാക്കാം. നമ്മളെ ഇലക്ഷൻ വരുമ്പം ഇവന്മാരൊക്കെ നല്ല രീതിയിൽ കഴിക്കുന്നവരായ കാരണം അതിൻ്റെ ഇലക്ഷൻ്റെ നിലനിൽപ്പം വരുമ്പോൾ കുറച്ച് കപ്പരിയാടി കുറച്ച് ബ്രാൻഡി ഒക്കെ കൊണ്ടുവന്ന് അവിടെ ഒറ്റ വെള്ളമാണ് എല്ലാം ഇവിടെ അതിനുള്ളത് അറിയത്തില്ല. ഞങ്ങളുടെ ആ ഭാഗത്തൊക്കെ ഇവന്മാരിത് അടിച്ച് അവർക്ക് വേണ്ടിയായിരുന്നു. അവിടെ എനിക്ക് എന്ത് കിട്ടും എന്നുള്ള ഒരു മനസ്സ് മാത്രമായി അവരുടെ വോട്ട് കുട്ടികളായിട്ട് മാത്രമല്ല വോട്ട് തൊഴിലാളികളായിട്ട് മാത്രം മാറി പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ അതുപോലെയുള്ള അവസരമുണ്ട് വിഷയങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാന നേതൃത്വം എന്ന് വെച്ച് നോക്കുമ്പോൾ നമ്മളെ ഏതാണ്ട് 49-53 കാലഘട്ടങ്ങളിൽ നമ്മുടെ സമുദായ സംഘടന ഉണ്ടായിരുന്നു. പല നേതൃത്വവും മാറിയൊക്കെ വന്നു. ഇപ്പം നമുക്ക് നേതൃത്വം എന്ന് പറയാൻ ചൂണ്ടിക്കാണിക്കാൻ ആരും ഇല്ല. ഉണ്ടോ? ഇല്ല. ഇതുവരെ ഇച്ചിരി മുമ്പ് വരെ ഒരു വർഷം വിദ്യാഭ്യാസം ഒരു വർഷം അദ്ദേഹം ഭരിക്കുന്നതിന് മുമ്പ് വരെ ഞാനാണ് ഇതിൻ്റെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കമ്പനി ആക്ട് പ്രകാരം 2000 ശേഷം റിട്ടേൺസ് അടച്ച് പുതുക്കിയെങ്കിൽ ഇത് മാത്രമേ നമുക്ക് സമുദായ സംഘടന ഒരു ആധികാരികമായിട്ട് നിലനിൽക്കുന്നു. അത് 2000 വരെ പുതുക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2000 അത് വരാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ 2000 നമ്മുടെ PR ദാദാസ് കേരള വിശ്വകർമ്മ സഭ എന്ന് പറയുന്നത് TVSന് BSSന് എല്ലാത്തിനെയും സംഘടിപ്പിച്ച് എറണാകുളത്ത് വെച്ച് ഒരു സംഘടന നിർമ്മിച്ചു. അപ്പം ഇനി മുതൽ അഖില കേരള വിശ്വകർമ്മ സഭയില്ല, കേരള വിശ്വകർമ്മ സഭ മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് KVS സംഘടിപ്പിച്ചു. 2-3 മാസം കഴിഞ്ഞപ്പോൾ BSS സഭ മാറി, TVS സഭ മാറി. അതായത് അതിൽ പിന്നെ നമ്മുടെ സമുദായത്തിൽ റിട്ടേൺസ് അടച്ച് പുതുക്കിക്കൊണ്ട് ഒരു രജിസ്ട്രേഷൻ വേണം. കമ്പനി ആക്ട് പ്രകാരം എന്താ ചെയ്യുന്നത്? 3 വർഷം കൂടുമ്പോൾ റിട്ടേൺസ് അടച്ച് പുതുക്കി രജിസ്റ്റർ ചെയ്തിരിക്കുകയും ആ ആക്ടും ആ അധികാരം നിലനിൽക്കണം. അങ്ങനെ പോകുന്നു. അദ്ദേഹം മരിക്കുന്നോളം വരെ
ഇനി ഒരു തെരഞ്ഞെടുപ്പും നടന്നില്ല. ഞാനാണ് ഇതിൻ്റെ സർവാധികാരി. ഞാൻ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ ഇവിടെ അജീവനാന്തം പ്രസിഡൻ്റായിട്ട് ഇപ്പം പുള്ളി മരിച്ചു. ഇപ്പം അടുത്ത ആൾ വൈസ് പ്രസിഡന്റ് ആയിട്ട് ചോദിച്ചാൽ എനിക്ക് എൻ്റെ ചുറ്റുപാടും ഞാനിങ്ങനെ സമൂഹത്തിൽ ഇറങ്ങിയപ്പം എൻ്റെ ചുറ്റുപാടും കുറേ നമ്മുടെ വിശ്വകർമ്മയിൽ തന്നെ അനേകം ആൾക്കാരിങ്ങനെ ദുഃഖിതരും ആശ്രയമില്ലാത്തവരും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ട്. അപ്പം ഞാൻ നമ്മുടെ ശാന്തകുമാർ സാറുമായിട്ട് പരിചയപ്പെടാനാണ് വന്നത്. അപ്പോൾ ശാന്തകുമാർ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, നമ്മുടെ ഈ സമുദായത്തെ കുറിച്ച് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്നാണ്. അങ്ങനെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ആശയവിനിമയം ചെയ്തതിലാണ് ഞാനിത് ഉരുത്തിരിഞ്ഞ് വന്നത്. അപ്പം സാറ് പറഞ്ഞു, ഇത്രയൊരു കാര്യം ചെയ്യുക, അവിടെ 5 പേരെ ഉണ്ടെങ്കിലും 5 പേരെങ്കിലും നമ്മൾ അതിൻ്റെ അടുത്ത് സംഘടിപ്പിച്ചിട്ട് അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവരെ ഏതെങ്കിലും രീതിയിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ അവരോട് PM വിശ്വകർമ്മ യോജനയിൽ ചേരാൻ പറയാം. എന്നിട്ട് അവർ സ്വയമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്താൻ പറയാം. എന്നിട്ട് നമുക്കതിന് സർക്കാരിൽ നിന്ന് നമ്മുടെ പ്രധാനമന്ത്രി അത് നമ്മുടെ അനുഭാവപൂർവ്വം എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് സഹായം ചെയ്യാനുള്ള ഒരുക്കത്തിന് ഉണ്ട്, നമ്മുടെ പിന്നിലുണ്ട്. അതിനുള്ള പദ്ധതികളും അതിനുള്ള നിയമങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി അവരുമായിട്ടൊന്ന് ആലോചിച്ച് പിന്നെ നമ്മുടെ ഇവിടെ BSS ഉണ്ട്, അതിന് അങ്ങനെ പിരിവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. അല്ലാതെ അവരോട് ഈയിടെ ഞാൻ ചോദിച്ചപ്പം അവര് ഈ വിശ്വകർമ്മ യോജനയിൽ അംഗങ്ങൾ പോലും ആയിട്ടില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ നിങ്ങൾ വിശ്വകർമ്മ യോജനയിൽ അംഗങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ 4 പേര് അതിൻ്റെ അംഗങ്ങൾ ആയിട്ട് വന്നിട്ടുണ്ട്, ട്രെയിനിങ്ങും കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഓരോരുത്തരോടും പറഞ്ഞ് എന്തെങ്കിലും ഒരു സഹായം നമ്മളാ ചെയ്യാനും അവരത് ഉൾക്കൊള്ളാനും പറ്റട്ടെ എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ ഇതിൻ്റെ അടുത്ത് ചേർന്നതും അതിനനുസരിച്ച് ഞാൻ പറഞ്ഞു. അതേപോലെ എനിക്ക് പറയാനായിട്ട് വേറെ സംഘടനാ സ്വഭാവമൊന്നും എനിക്ക് അറിയത്തില്ല. നമസ്കാരം. വിശിഷ്ടാതിഥികളെ, സത്യത്തിലിരിക്കുന്ന മാന്യ വ്യക്തികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂട്ടുകയും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. എങ്കിലും നമുക്ക് എല്ലാവർക്കും കൂടെ ഒത്തുനിന്നാൽ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് നേടിയെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒത്തുനിന്നാൽ മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഒത്തുനിൽക്കുവാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ഒത്തിരി പോരായ്മകളൊക്കെ ഉണ്ട്. ആ പോരായ്മയെല്ലാം നമ്മൾ ഓരോ വ്യക്തികളും നമ്മളോട് ഒത്തുചേർന്ന് നിന്ന ഓരോ കുടുംബക്കാരും ഒത്തുചേർന്ന് നിന്ന് നമുക്ക് നേടിയെടുക്കാം എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാൻ എന്നെ കഴിയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിനുള്ള എല്ലാ പ്രോത്സാഹനങ്ങളും നമുക്ക് നമ്മുടേതായ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും ഈ കൂട്ടത്തിൽ നിന്ന് തന്നെ കൊണ്ട് കരയുന്ന കൊച്ചിലെ പാലുള്ളൂ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ നിന്ന് മുന്നോട്ട് പോയി നമുക്ക് ഓരോന്നും പിന്നെ നമുക്ക് വ്യക്തിപരമായിട്ടും അല്ലാതെയായിട്ടും നമ്മുടെ സംഘടനാപരമായിട്ടും എല്ലാം നമുക്ക് നേടിയെടുക്കാമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് നമ്മളെല്ലാവരും ഒത്തുനിന്ന് നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ളൊരു വിശ്വാസത്തിലും നമുക്കെല്ലാം നേടിയെടുക്കാമെന്നുള്ള വിശ്വാസത്തിലും നമുക്ക് ഒത്തു നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എല്ലാ വാക്കുകളും ഉപസംഹരിക്കുന്നു. സംഘടനയ്ക്ക് ശക്തിയില്ല എന്ന് പറയുന്നത് നയിച്ചുകൊണ്ട് പോകാൻ ഒരാളില്ലാത്തതാണ് എനിക്ക് പറ്റുന്നത്. ഇപ്പം SNDPക്ക് സാറുണ്ട്, NSSന് കുമാർ സാറുണ്ട്, സാറുണ്ട് എന്ന് പറഞ്ഞാലും സംഘടന ശക്തിയായിട്ട് കൊണ്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പ്രയോഗിച്ചെങ്കിൽ നമ്മൾ മുമ്പോട്ട് ഇറങ്ങിയില്ലേ നടന്നു പോകുള്ളൂ. പിന്നെ തർക്കിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസം ഒരിക്കലും തർക്കിന് പിടികൊടുക്കുക എന്ന വ്യക്തികളാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എന്റെ മകളുടെ ഭർത്താവുമായിട്ട് ഒരു ചെറിയ രീതിയിൽ സ്ഥലത്ത് തർക്കമുണ്ടായി. അവൻ പറഞ്ഞു, നമ്പൂരിനെ വന്നിക്കണം, എണ്ണിക്കരുത്, ഈശ്വരനെ വന്നിക്കണമെന്ന്. നമ്പൂരിനെ വന്നിക്കേണ്ട കാര്യം നമുക്ക് തന്നെ ആയിരിക്കുന്നത്. തിരുമേനിയെ നമ്മള് പ്രായത്തിന്റെ ആ പക്വത അനുസരിച്ച് വന്നിച്ചാൽ മതി. നമ്മൾ ആ ഭഗവാനിരിക്കാനുള്ള ഇതിപ്പടം ഉണ്ടാക്കുന്നതും അവർ നനയാതിരിക്കാനുള്ള എന്തുണ്ടാക്കുന്നതും നമ്മുടെ വിശ്വാസത്തിലാണ്. അപ്പൊ നമ്മളെ വേണം അവർ ആദരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അവരെ ആദരിക്കുന്നത്. പിന്നെ ഭഗവാന് നിത്യമായിട്ടൊരു പൂജ കൊടുക്കുന്നു. ആ
ആ ഒരു വ്യക്തിത്വം, ആ ഒരു ഇതിനെ, പ്രായത്തിനെ നമ്മൾ പെരുമാറ്റാവുന്നു. വേറൊരു സംഭവത്തെ വിലയിരുത്തണത് നമ്മളാണ് ഈശ്വരന്മാരെ മോളി കയറുന്നത്. അവർ താഴെയാണ് ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ഈശ്വരൻ നിന്ദിക്കാനുമില്ല, നിന്ദിക്കരുത്, ഒരു കാലത്തും നിന്ദിക്കരുത്. പിന്നെ എന്റെ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സഭയിൽ അടുത്ത കുറെ നാള് വിട്ടു. 91 എന്റെ കല്യാണം കഴിഞ്ഞാണ്. ഒരു കുറച്ച് നാൾ ഞാൻ വിട്ടു എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് എനിക്ക് വേദന കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു. 6 വർഷത്തെ വേതനം ഞാൻ അപേക്ഷ കൊടുത്തിട്ട് 24-ാം വയസ്സ് അപേക്ഷ കൊടുത്തിട്ട് എനിക്ക് കിട്ടിയില്ല. എന്റെ കുടുംബത്തിൽ അരുതരാശയാണ്, സാറിന് കുറച്ചറിയാം, ഞങ്ങള് അടുത്ത അയൽക്കാരാണ്, അറിയാവുന്നതാണ്. പക്ഷെ ഞാൻ അന്ന് SNDP പെട്ട ഒരു സാറായിരുന്നു വില്ലേജ് ഓഫീസർ ഡൽഹിയിലെ. ഞാൻ എന്റെ അപേക്ഷ എല്ലാം കൊടുത്തു. ഹസ്ബൻഡിന്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, ഫാദറിലോയുടെ എല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, എനിക്കൊരു കുട്ടി, ഒരു പെൺകുട്ടിയാണ്, എല്ലാം വെച്ച് കൊടുത്തത്. എനിക്ക് അന്ന് 70 രൂപ ഉണ്ടായിരുന്നു തൊഴിലുറപ്പ്. എനിക്കത് കിട്ടിയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വരുമാനം കൂടുതലുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്നേക്കാളും കൂടുതൽ വരുമാനം നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾക്ക് വേറെ തരേണ്ട കാര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. പക്ഷെ ഒന്ന് ഓർക്കണം, ഒരു 100 രൂപ പോലും ഒരു മാസം എനിക്ക് വരുമാനം ഇല്ല. എന്റെ ഹസ്ബൻഡോട് തന്നെ ഈ ചികിത്സയ്ക്ക് കഴിഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എന്റെ കുടുംബം നടിച്ചിട്ട് പോകാൻ വേണ്ടിയത്. ആ പൈസ എനിക്ക് നിഷേധിച്ചെങ്കിൽ നമ്മുടെ സംഘടനയ്ക്ക് അന്ന് ശക്തമായിട്ട് ഒരു അഭിപ്രായം പറയാൻ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ വ്യക്തിയെ പോയി കാണാൻ. ഞാൻ എന്നിട്ട് അതിന് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. തിരുവനന്തപുരത്ത് നിന്ന് എനിക്കൊരു മെമ്മോ വന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറഞ്ഞിട്ട് വന്നു. ഞാനത് രണ്ടാമത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സമയം വലിയ കഴിഞ്ഞു പോയി. ഓണം കെടുവായിരുന്നു. അതോടുകൂടി 6 വർഷത്തെ വേതനമാണ് എനിക്ക് പോയത്. നിങ്ങൾ നോക്കണം, അത് കിട്ടിയിരുന്നെങ്കിൽ അന്ന് എനിക്ക് നല്ലൊരു കാര്യമായിരുന്നു. അമ്മേനെ ഓർത്തു നമ്മുടെ ശാഖ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾക്ക് പിന്നെയും തള്ളി തരാൻ ഒരു മനുഷ്യരില്ല. അന്ന് പ്രവർത്തിക്കാൻ ആളില്ലാതെ നമ്മളാണ് പറ്റിയത്. ഇതുപോലെ തന്നെ 3-4 വർഷം വായ്പയുടെ ഇവിടെ വന്നിട്ട് ഞാൻ 2006 ഞങ്ങൾ സ്ഥലം വിട്ടിട്ടുള്ള വന്നിട്ട് എന്റെ പേപ്പർ റെക്കോർഡ് വരെ എവിടേക്ക് ആക്കി കഴിഞ്ഞിട്ട് ഇവിടെ 48-ാമത്തെ വയസ്സിൽ ഞാൻ എംപ്ലോയ്മെന്റ് ജോലിക്ക് വേണ്ടിയിട്ട് കൊടുത്തു. ഹസ്ബൻഡിനെ കൊണ്ട് കൂട്ടാത്ത വ്യക്തിയായിരുന്നു. പക്ഷെ പുള്ളിക്ക് സുഖമില്ലായിരുന്നു. അരിപ്പുഴ കൃഷി ഓഫീസിൽ വെച്ചൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു കാരണവശാലും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാത്തതാണ്. എന്നെ ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുമ്പോഴത്തേക്ക് പുള്ളിയുടെ മൊബൈൽ വർക്ക് ചെയ്യാം. അന്ന് ജോലി കിട്ടിയത് എനിക്ക് നമ്മുടെ വിശ്വകർമ്മയിൽ 6ാമത്തെ റാങ്ക് ലിസ്റ്റാണ് കിട്ടിയത്. ആ 6ാമത്തെ റാങ്ക് ലിസ്റ്റിൽ 1-2 പേർക്ക് കൊടുത്തിട്ടുണ്ട്. ആ 2ാമത്തെ വ്യക്തി എന്റെ നമ്പറിന്റെ തൊട്ടടുത്ത നമ്പറാണ്. എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥന് ഫോൺ നമ്പർ ഓപ്പൺ വന്നത്? നമുക്ക് വിടുന്ന കഥ ഒരു നമ്പറും ആ നമ്പറാണ് അവർ അറ്റൻഡ് ചെയ്യുന്നത്. ആ നമ്പർ വെച്ച് ആ വ്യക്തിക്ക് ആ ജോലി കൊടുത്തു. ക്വാളിഫിക്കേഷൻ വെച്ചും സീനിയോറിറ്റി വെച്ചും എനിക്കായിരുന്നു പണി കിട്ടുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ സംഘടനയ്ക്ക് ഒരു ശക്തിയായ ഒരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ എനിക്കത് വിളിക്കായിരുന്നു. ഞാൻ എന്നെ കഴിവത് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്നതായിരുന്നു.